പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് മീഖയുടെ പുസ്തകത്തിലേക്ക് കടന്നു വരാം. ദ ബുക്ക് ഓഫ് മൈക്ക ചാപ്റ്റർ 2 വേഴ്സ് 13 നമ്മുടെ ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് വായിക്കാം. മതി. പ്രൈസ് ഗോഡ്. തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു. അവർ തകർത്ത് ഗോപുരത്തിൽ കൂടി കടക്കുകയും പുറപ്പെടുകയും ചെയ്യും. അവരുടെ രാജാവ് അവർക്ക് മുമ്പായും യഹോവ അവരുടെ തലയ്ക്കിലും നടക്കും. പ്രൈസ് ഗോഡ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവവചനമാണ് നമ്മളിവിടെ വായിച്ചത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഈ മീഖയുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ മീഖ പ്രവാചകൻ പ്രവചന ആത്മാവിൽ ജനത്തോട് ഒരു ദൂത് കൈമാറുകയാണ്. എന്താണ് നമ്മൾ വായിച്ചത്? തകർക്കുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം ദൈവത്തിൻ്റെ പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? തകർക്കുന്നവൻ. എന്താണ് പേര്? തകർക്കുന്നവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ തടസ്സങ്ങളെ മാറ്റുന്നവൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. തടസ്സങ്ങളെ മാറ്റുന്നവൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നിട്ട് മീഖ പ്രവാചകൻ പറയുകയാണ്, ഈ തടസ്സങ്ങളെ മാറ്റുന്നവൻ അവർക്ക് മുമ്പായി പുറപ്പെടുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്നത് സർവ്വസാധാരണമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഈ നമ്മുടെ മുമ്പിലുള്ള ഈ തടസ്സങ്ങളിൽ നമ്മൾ തട്ടി വീഴാതെ, അല്ലെങ്കിൽ തപ്പിത്തടഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകാതെ, അല്ലെങ്കിൽ നിൽക്കാതെ മുമ്പോട്ട് പോകുക എന്നുള്ളതാണ് നമ്മളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഉദ്ദേശം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ തടസ്സങ്ങളെ നീക്കുന്ന ഒരു കർത്താവ് എൻ്റെ മുമ്പിൽ സഞ്ചരിക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ മുമ്പിൽ പോകുന്നത് കൊണ്ട് എല്ലാ തടസ്സങ്ങളെയും ദൈവത്തിന് നീക്കുവാനായിട്ട് കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പ്രൈസ് ഗോഡ്. നിങ്ങളെല്ലാവരും ഇന്നിവിടെ രാവിലെ സമയം ഇവിടെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മുടെ വെളിയിൽ നോക്കുകയാണെങ്കിൽ സ്നോ ഒത്തിരി ഉണ്ട്. എന്നാൽ ഇവിടെയൊക്കെ നമ്മുടെ അവിടെ പെയ്തതിൻ്റെ അത്രയൊന്നും പെയ്തിട്ടില്ല എന്നാണ് എനിക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ഗോഡ്. എന്നാൽ ഇതിനേക്കാട്ടിലൊക്കെ വലിയ സ്നോ എന്ന് പറഞ്ഞാൽ മിലിറ്ററി ഇറക്കി റോഡ് ക്ലീനാക്കിയ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. ലൂക്കൊച്ചാനൊക്കെ അറിയാതെ. പ്രൈസ് ഗോഡ്. അന്ന് കാറൊക്കെ എവിടെ ഇട്ടിരിക്കുന്നൊന്നും ആർക്കും ഒരു പിടിയില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അതൊക്കെ നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമില്ലെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇത്രയും പേർക്കൊക്കെ നമുക്ക് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ക്രിസ്തീയ ജീവിതത്തിനകത്ത് തടസ്സങ്ങൾ നേരിട്ടെന്ന് വരാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് തടസ്സങ്ങൾ ഉണ്ടായെന്ന് വരാം. അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ മുന്നേറ്റത്തിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. അഭിഷേകത്തിൽ മുന്നേറുവാൻ തടസ്സമായിരിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായെന്ന് വരാം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ ഇതിൻ്റെ എല്ലാം നടുവിൽ തടസ്സങ്ങളെ ഭേദിച്ചുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമ്മൾ ഒരു യാത്രയ്ക്ക് വേണ്ടി നമ്മൾ പുറപ്പെടുമ്പോൾ, നമ്മൾ കാറിൽ ഡ്രൈവ് ചെയ്ത് നമ്മൾ കുറച്ച് നേരം നമ്മൾ ഒരു സ്ഥലത്തൂടെ അങ്ങോട്ട് പോകുമ്പോൾ
പെട്ടെന്നൊരു ബോർഡ് കാണുവാനായിട്ട് കഴിയും, റോഡ് ബ്ലോക്ക്. ആ റോഡ് ബ്ലോക്കിനായിരിക്കുന്ന ആ സൈൻ നമ്മൾ കാണുമ്പോൾ അവിടെ ചിലപ്പോൾ വേറൊരു സൈൻ കാണാം, നിങ്ങളുടെ ഡയറക്ഷൻ അത് മാറിപ്പോകുക എന്ന് ചിലപ്പോൾ അവിടെ സൈൻ വെച്ചിരിക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ആ സൈൻ നമ്മൾ കണ്ടാണ് നമ്മൾ തുടർന്ന് നമ്മൾ മുന്നോട്ട് യാത്രയാകുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അങ്ങനെ അവർ പറഞ്ഞിരിക്കുന്ന ആ വഴികളിൽ കൂടെ നമ്മൾ യാത്ര ചെയ്താണ് നമ്മളൊരു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ ദൈവം ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നിടാം. എന്തിനാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുമ്പിലുള്ളതായിട്ടുള്ള ആ വഴി ശരിയല്ലാത്തത് കൊണ്ടാണ് ചിലപ്പോൾ ദൈവം ജീവിതത്തിൽ തടസ്സങ്ങൾ കൊണ്ടിടുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ആ വഴിയെ ദൈവം അടയ്ക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ മുമ്പിൽ അപകട സാധ്യത ഉള്ളതുകൊണ്ട് ദൈവം ചിലപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന പാതയിൽ ചില തടസ്സങ്ങൾ വെക്കാം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ളതായിട്ടുള്ള വഴികളെ ദൈവം അടച്ചു കളയുന്നത് ഒരിക്കലും തിന്മയ്ക്കായിട്ടല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലെ നന്മയ്ക്കായിട്ട് വേണ്ടിയാണ് ദൈവം ഹല്ലേലൂയ വഴി അടച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്. ഇതിൻ്റെ എല്ലാം സാരമെന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുന്നത്. പ്രൈസ് ഗോഡ്. ഇനിയും ദൈവം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുമ്പിലുള്ള പാതകളെ അടച്ചെന്ന് വരാം. ഇനി പിശാചും അടച്ചെന്ന് വരാം. പിശാച് അടയ്ക്കുന്നതിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. അത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാം ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ വഴികളെ അടയ്ക്കുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. എന്നാൽ പിശാച് നമ്മുടെ മുമ്പിൽ വഴികളെ അടച്ചാൽ, നമുക്ക് മുമ്പായി ഒരുവനുണ്ട്, അവൻ തകർക്കുന്നവൻ നമുക്ക് മുമ്പായി പോയി. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. തടസ്സങ്ങളെ മാറ്റുവാൻ കഴിവുള്ളവനാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ അവൻ നമുക്ക് മുമ്പായി തലവനായി, ഒരു നേതാവായി, ഒരു രാജാവായി പുറപ്പെട്ടു ചെന്ന് ആ തടസ്സങ്ങളെ മുമ്പിൽ നിന്ന് മാറ്റുവാനായിട്ട് നമ്മുടെ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. 1 കൊരിന്ത്യർ ലേഖനം, ദ ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ 10 വേഴ്സ് 13 ഒന്ന് വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. ദൈവം വിശ്വസ്തനാണ്. എന്നിട്ട് നിങ്ങൾക്ക് കഴിയുന്നതിനു മേലെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ, അതാണ് നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. എന്നാൽ നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ അവൻ സമ്മതിക്കാതെ, നിങ്ങൾക്ക് സഹിക്കുവാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ പോക്കുവഴിയും അവൻ ഉണ്ടാക്കും. അപ്പം ദൈവം നമ്മെ പരീക്ഷയിൽ കൂടെ കടത്തി വിടുമ്പോൾ ദൈവത്തിനറിയാം എത്ര ഡിഗ്രി ചൂടിൽ കൂടെ ഒരാളെ കടത്തിവിട്ടാൽ അവൻ നിൽക്കും എന്നുള്ള ദൈവത്തിന് നല്ലവണ്ണം അറിയാം. അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിൽ പല പാത്രങ്ങളുണ്ട്. ആ പാത്രങ്ങളെല്ലാം അത് വിവിധ തരത്തിലുള്ള പാത്രങ്ങളാണ്. ആ പാത്രത്തിനൊക്കെയും കിട്ടിയ ചൂടെന്ന് പറഞ്ഞാൽ വിവിധ തരത്തിലുള്ളതാണ്.
അപ്പോൾ വിവിധ പാത്രങ്ങൾ വീട്ടിലുള്ളതുപോലെ ആ പാത്രങ്ങളൊക്കെയും നമ്മുടെ ടേബിളിൽ അല്ലെങ്കിൽ നമ്മുടെ അലമാരയിൽ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ടെമ്പറേച്ചറിൽ കൂടി അതിനെ കടത്തി വിട്ടിട്ടാണ് മനോഹരമായിട്ടുള്ള ഒരു പാത്രമായിട്ട് നമ്മൾ ഓരോരുത്തരും ഉപയോഗിക്കുന്നത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ഇതേ തത്വം തന്നെയാണ് മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. കാരണം ദൈവം വിശ്വസ്തനാണ്. നിങ്ങൾക്ക് കഴിയുന്നതിന് മേരെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കുന്ന ദൈവമാണ്. നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. നിങ്ങൾ ആരിരുന്ന് ഉറങ്ങരുത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നേരിടുന്ന പരീക്ഷകൾക്കകത്ത് നമ്മൾ തകർന്നു പോകുവാനായിട്ട് ദൈവം അനുവദിക്കത്തില്ല. പറഞ്ഞേ, ദൈവം അനുവദിക്കത്തില്ല. ആരും പറഞ്ഞില്ലല്ലോ. ദൈവം അനുവദിക്കത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ദൈവവചനം നമ്മുടെ നാവിൽ കൂടെ നമ്മൾ ഉരുവിടുന്നത് തന്നെ നമുക്കൊരു വിടുതലാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. രക്ഷപ്പെടുവാനുള്ള വഴിയും കൂടെ ദൈവം അതിൻ്റെ കൂടെ ഒരുക്കും. നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. രക്ഷപ്പെടുവാനുള്ള വഴിയും ദൈവം ഒരുക്കുന്നവനാണ്. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ മനുഷ്യ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഒരു തടസ്സം അങ്ങോട്ട് മാറി ഒരു സ്വസ്ഥത ജീവിതത്തിൽ അങ്ങോട്ട് അതിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോഴാണ് വേറൊരു തടസ്സം വരുന്നത്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിലുള്ള തടസ്സങ്ങൾ, എല്ലാവരുടെയും ജീവിതത്തിൽ തടസ്സങ്ങളുണ്ട്. ഉദാഹരണമായിട്ടൊക്കെ നമുക്ക് പുറകാലെ നമുക്ക് ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കാം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, ഈ തടസ്സങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ കഴിവുകൊണ്ട് അത് ചാടിക്കടക്കുവാൻ പറ്റത്തില്ല. ഇല്ല, പറ്റത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. നമുക്ക് ഒത്തിരി അറിവ് നമുക്കുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ അറിവ് കൊണ്ട് നമുക്ക് ചാടിക്കടക്കുവാൻ പറ്റത്തില്ല. അതിനെ തരണം ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കാരണം ഇതിനെയെല്ലാം ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തകർക്കുന്നവൻ നമുക്ക് മുമ്പായി പുറപ്പെടേണ്ടത് ആവശ്യമാണ്. കാരണം ദൈവത്തിലുള്ള കംപ്ലീറ്റ് ട്രസ്റ്റ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതം നമ്മൾ ഒന്ന് പരിശോധിക്കുമ്പോൾ ഭൗമികമായിട്ടുള്ള ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ നമുക്ക് നേരിടാം. നമ്മൾ നോക്കുക, ഓരോരോ കാര്യങ്ങളിൽ നമ്മളിങ്ങനൊരു ജയം പ്രാപിച്ച് നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പിന്നെയും ഓരോ തടസ്സം. അത് എല്ലാ മേഖലയിലും. ഒരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ തന്നെ ഓരോ വിധത്തിലുള്ള പ്രശ്നങ്ങളെയാണ് തരണം ചെയ്ത്. കാരണം നമ്മൾ നോക്കും, വിവാഹം കഴിക്കാൻ ബുദ്ധിമുട്ട്, വിവാഹം കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, കുഞ്ഞുങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, പഠനത്തോടുള്ള ബന്ധത്തിലുള്ള തടസ്സങ്ങൾ, പിന്നെ അവരുടെ ഭാവിയോടുള്ള ബന്ധത്തിലുള്ള തടസ്സങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ അങ്ങ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ രീതിയിൽ തന്നെ ആത്മീയ ജീവിതത്തിലും തടസ്സങ്ങൾ നേരിടും. ഭൗമികമായിട്ടുള്ള ജീവിതത്തിൽ തടസ്സങ്ങൾ നേരിടുന്നത് പോലെ തന്നെ ആത്മീയ ജീവിതത്തിലും തടസ്സങ്ങൾ ഉണ്ടാകാം. ഇനി ഏതെല്ലാം മേഖലകളിൽ കൂടിയാണ് ഈ തടസ്സങ്ങൾ വരുന്നത്?
കൂട്ടു സഹോദരങ്ങളിൽ കൂടെ തടസ്സങ്ങൾ വരാം, കുടുംബ ബന്ധങ്ങളിൽ കൂടെ തടസ്സങ്ങൾ വരാം, ഉന്നത അധികാരസ്ഥന്മാരിൽ കൂടെ തടസ്സങ്ങൾ വരാം. എവിടെ നോക്കിയാലും തടസ്സങ്ങൾ, 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 തടസ്സങ്ങൾ. ഗ്ലോറി ജീസസ്, ഹല്ലേലൂയ. അപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാകുവാൻ പലതരത്തിലുള്ള കാരണങ്ങളാണ്. ഗ്ലോറി ജീസസ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എല്ലാ തടസ്സങ്ങളും മാറി ഞാൻ സ്വസ്ഥനായിരിക്കുന്നുവെന്ന് ഈ ഹോളിനകത്തിരിക്കുന്ന ആർക്ക് പറയുവാനായിട്ട് കഴിയും? ഗ്ലോറി ജീസസ്. ഷഫാരാദലഷിക്കാര 1 പത്രോസ് 2:23 നമ്മൾ വായിക്കുമ്പോൾ, 1 Peter chapter 2 verse 23, അവനെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നുവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കത്രേ കർത്താവ് ചെയ്തത്. നമ്മുടെ കർത്താവിൻ്റെ ജീവിതാനുഭവം നമ്മൾ പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ ഈ ലോകത്ത് സഹിക്കുന്ന സകല വ്യതകളിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതത്തിൽ കൂടെ കടന്നു പോകുവാനായിട്ടിടയായി. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ അവനെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെ ന്യായമായി വിധിക്കുന്നുവെങ്കിൽ അവൻ കാര്യം പരമേൽപ്പിക്കുകയാണ് ചെയ്തത്. പ്രൈസ് ഗോഡ്. ഇന്ന് രാവിലെ സമയം ഈ ആലയത്തിൽ കടന്നു വന്നിരിക്കുന്ന ദൈവപൈതലേ, സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. നീതിമാൻ പ്രതിക്രിയ കണ്ട് അവൻ ആനന്ദിക്കും. എന്ത്? നീതിമാൻ പ്രതിക്രിയ കണ്ട് ആനന്ദിക്കും. പ്രൈസ് ഗോഡ്. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ദൈവമോ തന്നോട് രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വിതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനായാലും ഹല്ലേലൂയ അവർക്ക് വേണ്ടി വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുന്നവനാണ് ദൈവം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. വേഗത്തിൽ, പ്രൈസ് ഗോഡ്, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് ചില ദൈവ പ്രവർത്തികളെ വെളിപ്പെടുത്തുവാൻ ഹല്ലേലൂയ ദൈവത്തിന് കഴിയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോ വ്യക്തികൾക്ക് ഓരോ തടസ്സങ്ങളാണ്. ചിലർക്ക് ഉറങ്ങാൻ തടസ്സം, ചിലർക്ക് എണ്ണിക്കാൻ തടസ്സം. പ്രൈസ് ഗോഡ്. ചിലർക്ക് രോഗത്തിൻ്റെതായിട്ടുള്ള തടസ്സങ്ങൾ. അപ്പോൾ എല്ലാ മേഖലയിലും നമ്മൾ മനസ്സിലാക്കുമ്പോൾ, പഠിക്കുമ്പോൾ തടസ്സങ്ങൾ കൊണ്ട് മൂടിയിരിക്കുന്ന ഒരു അനുഭവം. ഇതിൻ്റെ നടുവിൽ ജനം ചെയ്യുന്നത് പിറുപിറുക്കും. എടാ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? പ്രൈസ് ഗോഡ്. അത് എന്തുകൊണ്ടാണ് പറയാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ജീവിതത്തിൽ ഒരു തടസ്സം വരുമ്പോൾ അല്ലെങ്കിൽ ആ തടസ്സം നേരിടുമ്പോൾ അതിൻ്റെ നടുവിലാണ് പലപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ ദൈവത്തോട് പിറുപിറുക്കുന്നത്. പ്രൈസ് ഗോഡ്. നമുക്കറിയാം ഇസ്രായേൽ ജനത്തിൻ്റെ ചരിത്രം എല്ലാം നമുക്ക് നല്ലവണ്ണം അറിയാതാണ്. നമ്മൾ കഴിഞ്ഞ ഫ്രൈഡേയിലും അതിനുള്ള ബന്ധത്തിൽ അല്പമായിട്ട് നമ്മൾ ചിന്തിച്ചു. ഇസ്രായേൽ ജനം മിസ്രൈമിൻ്റെ അടിമത്തത്തിൽ കിടക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നൊരു കാര്യം, അവർ ഒത്തിരി അങ്ങ് വർദ്ധിക്കുവാനായിട്ട് തുടങ്ങി. ജനം വർദ്ധിച്ചു പെരുകുവാനായിട്ടിടയായി. അപ്പോൾ അവർക്ക് ബലം വർദ്ധിച്ചു, അതുപോലെ തന്നെ അവരുടെ എണ്ണം വർദ്ധിച്ചു. അപ്പോഴാണ് ഒരു തടസ്സം,
ഒരു പ്രതിസന്ധി, ഒരു പ്രതികൂലം അവരുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നത്. നമുക്കറിയാം, പ്രൈസ് ഗോഡ്. അപ്പോൾ മോശയുടെ നേതൃത്വത്തിൽ അവർ വിടുതൽ പ്രാപിച്ച് കനാനിലേക്കുള്ള യാത്ര മധ്യേ അവർക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നം നമുക്കറിയാം. ചെങ്കടൽ എന്ന് പറയുന്ന ആ വിഷയം അവരുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഫറവോനും അവൻ്റെ സൈന്യവും ആയുധങ്ങളായിട്ട് നിൽക്കുകയാണ്. ഒരു വഴിയില്ല. മുമ്പോട്ട് പോയാൽ ചെങ്കടലാണ്, പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഫറവോനും അവൻ്റെ സൈന്യവുമാണ്. ഒറ്റ വഴിയേ ഉള്ളൂ, അവിടെ തന്നെ അവരുടെ ജീവിതം നശിക്കുക. ഒറ്റ കാര്യമേ അവരവിടെ കാണുന്നുള്ളൂ. പുറകിൽ തടസ്സം, മുമ്പിൽ തടസ്സം. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ നമ്മൾ നോക്കണം, ജീവിതത്തിൽ അവർ മുന്നേറി വരുമ്പോഴാണ് ഈ തടസ്സം അവർക്ക് നേരിട്ടത്. അപ്പോൾ മിസ്രൈമിലായിരുന്നപ്പോൾ അവർ ഏറ്റവും അധികം വർദ്ധിച്ചു പെരുകുവാനായിട്ടിടയായി. ബലം വർദ്ധിച്ചു, എണ്ണം വർദ്ധിച്ചു. ഇങ്ങനെ ബലവത്തായിരിക്കുമ്പോഴാണ് ഒരു പ്രതിസന്ധി അവരുടെ മുമ്പിലേക്ക് വരുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ ഇതേ കാര്യം തന്നെയാണ് നമുക്കും. നമ്മളൊക്കെ ഒന്ന് വെൽ സെറ്റിലായി, പണത്തിനൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല, എല്ലാ സൗകര്യങ്ങളൊക്കെ കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്നൊരു വിഷയം മുമ്പിൽ കടന്നു വരുന്നത്. ഇത് സർവ്വസാധാരണയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഈ പ്രതികൂലത്തിൻ്റെ നടുവിൽ ആര് ഇവർക്ക് മുമ്പായിട്ട് പോകണം? തകർക്കുന്നവൻ ഇവർക്ക് മുമ്പായിട്ട് പോയെങ്കിൽ മാത്രമേ ആ തടസ്സങ്ങളെ മാറ്റുവാനായിട്ട് കഴിയത്തുള്ളൂ. മോശ തൻ്റെ കയ്യിലുള്ള വടി ചെങ്കടൽ നേരെ നീട്ടി എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. എന്നാൽ നമ്മൾ ഫ്രൈഡേ ചിന്തിച്ചപ്പോൾ യെശയ്യാ പ്രവചനം 63:12 നമുക്കത് വായിപ്പാനായിട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. മോശയുടെ കയ്യിൽ ദൈവത്തിൻ്റെ മഹത്വമുള്ള ഭുജം അവൻ്റെ കൈക്കിൽ ഹല്ലേലൂയ വെളിപ്പെട്ടപ്പോൾ, ഹല്ലേലൂയ, ആ അഭിഷേകത്തിൻ്റെ ശക്തിയാൽ ആ ചെങ്കടലിനെ തൻ്റെ കയ്യിലുള്ള വടിയെടുത്ത് വിഭാഗിക്കുവാനായിട്ടിടയായി. നമ്മൾ നോക്കണം, ഏതു പ്രതിസന്ധിയെയും നമുക്ക് തരണം ചെയ്യണമെങ്കിൽ ഈ അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമാണ്. ഇത് വെറും നമ്മൾ നിസ്സാരമായിട്ടൊന്നും തള്ളിക്കളയരുത്. പ്രൈസ് ഗോഡ്. മോശയുടെ വലങ്കരത്തിൽ തൻ്റെ മഹത്വമുള്ള ഭുജം വെളിപ്പെടുത്തി ചെങ്കടലിനെ വിഭാഗിക്കുവാനായിട്ടിടയായി. തൻ്റെ മഹത്വമുള്ള ഭുജം അവിടെ വെളിപ്പെട്ടു. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മൾ നോക്കിയാൽ ഇങ്ങനെ ഉടനീളം നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിച്ചാൽ തടസ്സങ്ങളെ നേരിട്ട ഒത്തിരി പേരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അപ്പോൾ ഇന്ന് രാവിലെ സമയം നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മളുള്ള ദൈവിക വാഗ്ദത്തം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തകർക്കുന്നവൻ നമുക്ക് മുമ്പായിട്ട് പുറപ്പെടും. ഈ 2-ാം മാസത്തിൻ്റെ പകുതിയോളമൊക്കെ നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഈ വർഷത്തിൻ്റെ ആരംഭം മുതൽ എത്രയോ കാര്യങ്ങളാണ് നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടത്. പല ജീവിതങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് മാറ്റപ്പെട്ടു. ഇന്ന് പകൽക്കാലം നമ്മുടെ റിജോ ബ്രദർ കുടുംബത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്മിത സിസ്റ്ററിൻ്റെ സിസ്റ്റേഴ്സൊക്കെയും നമ്മുടെ മധ്യത്തിൽ കടന്നു വന്നിട്ടുണ്ട്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. അവരുടെ ഒരു കസിൻ കഴിഞ്ഞ ദിവസം നിത്യതയിലേക്ക് ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി. ആ ഫ്യൂണറലിനോടുള്ള ബന്ധത്തിലാണ് അവിടുത്തെ മക്കളും ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്
പ്രൈസ് ഗോഡ്. ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന ദൈവിക വാഴ്ത്തത്വം തകർക്കുന്നവൻ നിനക്ക് മുമ്പായിട്ട് പുറപ്പെടും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ജോസഫിൻ്റെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ഹല്ലേലൂയ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ പല വൈതരണികളെ തൻ്റെ ജീവിതത്തിൽ ജോസഫിന് തരണം ചെയ്തേണ്ടതായിട്ട് വന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആ ഭാഗങ്ങളൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ അവൻ്റെ പരമവിളിയുടെ വിരുദ്ധനായിട്ട് ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. നമ്മളൊരു ഓട്ടത്തിലാണ്, ഒരു റേസ് നമ്മുടെ മുമ്പിലുണ്ട്. പല വിധത്തിലുള്ള തടസ്സങ്ങൾ നമുക്ക് നേരിടാം. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അപ്പോൾ ദൈവജനം മനസ്സിലാക്കേണ്ടത്, ദൈവമക്കളെ മനസ്സിലാക്കേണ്ടത്, എനിക്ക് നിങ്ങൾക്കായി മുമ്പായി പുറപ്പെടുന്ന ഒരുവൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. പ്രൈസ് ഗോഡ്. നമ്മൾ ശിഷ്യന്മാരുടെ ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അവരുടെ ജീവിതത്തിലും കാറ്റും കോളും ഒക്കെയും അവരുടെ പടക് നേരെ ആഞ്ഞടിക്കുവാനായിട്ട് ഇടയായി. എന്ന് പറഞ്ഞാൽ പടക് തിരകളാൽ മുങ്ങുമാറായി എന്നാണ് നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നത്. അവർ തണ്ട് വലിച്ച് അങ്ങ് വലയുകയാണ്. എന്ന് പറഞ്ഞാൽ അവരെയും കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ശ്രമിച്ചു നോക്കി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് അറിയാം, 4-ാം യാമത്തിൽ പ്രൈസ് ഗോഡ് കർത്താവായ യേശു ക്രിസ്തു കടൽമീതെ നടന്ന് അവൻ്റെ അടുക്കിലേക്ക് കർത്താവ് വരികയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഇതേപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും പടക് നേരെ കാറ്റും കോളും തിരമാലകളൊക്കെയും അടിക്കുമ്പോൾ നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പരിശ്രമിച്ച് നോക്കും. അവസാനം ഒരു ഗത്യന്തരമില്ലാതായിട്ട് വരുമ്പോഴാണ് കർത്താവേ എന്ന് വിളിപ്പാനായിട്ട് ഇടയാകുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ ദൈവം നമ്മെ മറികടന്നു പോകുന്നവനല്ല. ആ വിളിയുടെ മധ്യത്തിൽ യേശു ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് 4-മനായി കടന്നു വന്നതുപോലെ നമ്മുടെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും ദൈവം 4-മനായി നമ്മുടെ അടുക്കിലേക്ക് അവൻ കടന്നു വരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവവചനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത്, നമ്മുടെ കർത്താവിന് സകലതും കഴിയും, അവന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് എന്തെങ്കിലും അസാധ്യമായിട്ടുണ്ടോ? ഇല്ല. ദൈവത്തിനെല്ലാം സാധ്യമാണ്. നമുക്കാണ് ഒത്തിരി പരിമിതികളും അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുള്ളത്. എന്നാൽ നമ്മുടെ ജീവിതത്തെ കംപ്ലീറ്റായിട്ട് ചേഞ്ച് ചെയ്യുവാൻ ഹല്ലേലൂയ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതെല്ലാം മേഖലകളിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നുവോ, ഇന്ന് രാവിലെ സമയം ദൈവത്തിന് നമ്മെ ഉദ്ധരിപ്പാനായിട്ട് കഴിയും. നമ്മൾ വിചാരിക്കും എങ്ങനെ സാധിക്കും? പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാനായിട്ട് കഴിയും. കാര്യം അവൻ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. നമുക്ക് എങ്ങനെ ഈ മതിലിനെ ചാടിക്കടക്കുവാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നിന്നാൽ 18-ാം സങ്കീർത്തനം 29-ാമത്തെ വാക്യം, നിന്നാൽ ഞാൻ പടക്കൂട്ടം നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. ഹല്ലേലൂയ. നമ്മളിലുള്ള അഭിഷേകത്താൽ നമുക്ക് എല്ലാ പ്രതിസന്ധികളെയും മറികടക്കുവാനായിട്ട് കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ. നമ്മെ ഓരോരുത്തരെയും ശക്തനാക്കുന്നവനുണ്ട്. എന്നെ ശക്തനാക്കുന്ന ഒരുവനുണ്ട്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. നമ്മെ ഓരോരുത്തരെയും ശക്തനാക്കുന്ന ഒരുവനുണ്ട്.
ഗ്ലോറി ജീസസ്, ഹല്ലേലൂയ. നമ്മൾ ശെരുബ്ബാബേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാവുന്ന ഭാഗങ്ങളാണ്. ശെരുബ്ബാബേലിൻ്റെ മുമ്പിലും തനിക്ക് പ്രതികൂലമായി നിന്ന ഒരു വലിയ മഹാപർവ്വതമുണ്ടായിരുന്നു. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. സക്കറിയ 4:6-7 വാക്യങ്ങളിലൊക്കെയാണ് നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നത്. പ്രൈസ് ഗോഡ്. പറയുകയാണ്, ശെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ. എന്നിട്ട് പറയുകയാണ്, നീ സമഭൂമിയായി തീരും. അതിന് കൃപ കൃപ എന്ന ഹാർപ്പോടുകൂടെ അവൻ അതിനെ ആണിക്കല്ല് കയറ്റും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പറയാണ്, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രേ. ഓ, രക്തത്താൽ ജയം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവാത്മാവിനാൽ ഇതിനെയെല്ലാം നമുക്ക് ഓവർകം ചെയ്യുവാനായിട്ട് കഴിയും. കാരണം സെരുബ്ബാബേലിൻ്റെ മുമ്പിലും ഒരു മഹാപർവ്വതം നിൽക്കുകയാണ്. ആ മുമ്പിലുള്ള മഹാപർവ്വതത്തെ കണ്ടുകൊണ്ട് പറയാണ്, ഓ സെരുബ്ബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആരാണ്? പറയാണ്, വിശ്വാസത്തോട് പറയാണ്, നീ സമഭൂമിയായിത്തീരും. ഗ്ലോറി ജീസസ്. ഇന്ന് രാവിലെ സമയം ഓരോ ദൈവ പൈതലിനും പറയുവാനായിട്ട് കഴിയണം, എൻ്റെ മുമ്പിലുള്ള ആ പർവ്വത സമാനമായ പ്രശ്നങ്ങളെ ഞാൻ മറിച്ചാടിക്കടക്കും. എത്ര പേർക്ക് വിളിച്ച് പറയുവാനായിട്ട് കഴിയും? പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഓ, രക്തത്താൽ ജയം. പർവ്വത സമാനമായ പ്രതിസന്ധികളെ മാറ്റുവാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം നമ്മൾ തടസ്സങ്ങളെ മാറ്റുന്ന കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ വിധത്തിലുള്ള തടസ്സങ്ങളാണ്. ചില തടസ്സങ്ങളെ നമുക്ക് നമ്മുടെ സ്വന്തം ശക്തി കൊണ്ട് മാറ്റാൻ കഴിയത്തില്ല, നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. എൻ്റെ നടുവിൽ ദൈവം എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ അതിനൊരു വിടുതൽ ഉണ്ടാകത്തുള്ളൂ. ഹല്ലേലൂയ. ഒരിക്കൽ മോശ ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ കനാൻ ദേശം ഒറ്റുനോക്കുവാനായിട്ട് അയച്ചല്ലോ. അപ്പോൾ 12 പേരെ അയച്ചു. 10 പേര് വന്ന് നല്ല റിപ്പോർട്ട് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അവിടെ ഒത്തിരി നല്ല മുന്തിരിക്കുലയുണ്ട്, നല്ല ദേശം നല്ലതാണ്, എല്ലാം നല്ല റിപ്പോർട്ടാണ്. എന്നാൽ അവിടെ ചില ജയൻറ്റിനെ അവർ കണ്ടു, ചില മല്ലന്മാരെ കണ്ടപ്പോൾ പറയുകയാണ്, അവരുടെ നടുവിൽ നമ്മളൊരു വെട്ടിക്കിളിയെപ്പോലെ. ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ചത് വെട്ടിക്കിളിയെപ്പോലാണോ? അപ്പോൾ ആ മല്ലന്മാരുടെ മധ്യത്തിൽ അവരെ വെട്ടിക്കിളിയെപ്പോലെ ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. പ്രൈസ് ഗോഡ്. ഈ ചപ്പും ചവറും തിന്നുന്ന വെട്ടിക്കിളിയെ പോലെയാണോ ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്? ഗ്ലോറി ജീസസ്. എന്നാൽ ജോഷുവയും കാലവും പറഞ്ഞു, നമുക്ക് കഴിയും, നമ്മുടെ ദൈവത്താൽ നമുക്കത് പിടിച്ചെടുക്കുവാനായിട്ട് കഴിയും. അവർ പറഞ്ഞു, നമ്മുടെ ദൈവത്താൽ അത് നമുക്ക് പിടിച്ചെടുക്കുവാനായിട്ട് കഴിയും. 10 പേർ ബാഡ് റിപ്പോർട്ട് നൽകിയപ്പോൾ ആ സമയത്ത് ജനത്തിൻ്റെ എല്ലാം ഉള്ളം ഉരുവാനായിട്ടടി. പ്രൈസ് ഗോഡ് ജീസസ്. അപ്പോൾ അവരിൽ 2 പേര് പറഞ്ഞു, നമ്മളെ കൊണ്ടത് നടക്കും, സാധിക്കും. ഈ ആലയത്തിൻ്റെ പണിയിൽ പലരൊക്കെയും തടസ്സങ്ങൾ സൃഷ്ടിച്ചെങ്കിലും പറഞ്ഞെങ്കിലും നെഹമ്യാവ് പറയുകയാണ്, സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും. സ്വർഗത്തിലെ ദൈവം നമുക്ക് കാര്യം സാധിപ്പിച്ചു തരും.
ഇന്ന് രാവിലെ സമയം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ, തടസ്സങ്ങൾ, ഇതിനെയെല്ലാം അനുകൂലമായിട്ടുള്ള രീതിയിൽ തിരിച്ചുവിടുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയുമെന്ന് ഇന്ന് രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. കാരണം രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെയാണ് ഇരിക്കുന്നത്. അവൻ അതിനെ എനിക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് അതിനെ തിരിക്കുന്നു. ഗ്ലോറി ജീസസ്. രാവിലെ സമയം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് ശാന്തമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും. അതെനിക്ക് നല്ലവണ്ണം എൻ്റെ ഉള്ളത്തിൽ എനിക്കറിയാം. ഷബാലാരാധന. പത്രോസ് കാരാഗത്തിൽ കിടക്കുകയാണ്. എന്നാൽ നമുക്കറിയാം, 1-ാം കാവിലും 2-ാം കാവിലും ഇരുമ്പ് വാതിലിൻ്റെ ഒക്കെയും അടുത്ത് വന്നപ്പോൾ അത് പത്രോസിന് വേണ്ടി അത് സ്വയമേ തുറക്കുകയാണ്. നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെ നടക്കും? കാവൽ പട്ടാളം, ഇരുമ്പ് ഗേറ്റ്, ഒരു വിധത്തിലും നടക്കുന്ന കാര്യമല്ല. എന്നാൽ ഇരുമ്പ് ഗേറ്റിൻ്റെ അടുത്ത് വന്നപ്പോൾ അത് പത്രോസിന് വേണ്ടി സ്വയമേ തുറക്കുവാനായിട്ട് ഇട. ഇന്ന് രാവിലെ സമയം ദൈവം തുറന്നാൽ ആർക്കടയ്ക്കാൻ പറ്റും? ദൈവം തുറന്നാൽ ആർക്കടയ്ക്കാൻ പറ്റും? ദൈവം അടച്ചാൽ ആർക്കും തുറക്കുവാനായിട്ട് കഴിയത്തില്ല. പ്രൈസ് ഗോഡ് ജീസസ്. ഹല്ലേലൂയ. രക്തത്താൽ ജയം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. എന്തുകൊണ്ട് ആർക്കും അത് അടച്ചുകൂടാ? കാരണം നീ എൻ്റെ വചനം കാത്തു. നീ എൻ്റെ വചനം കാത്തതുകൊണ്ട് ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുകയാണ്. അതൊരൊറ്റ കുഞ്ഞിനും അടച്ചു കളയുവാനായിട്ട് കഴിയത്തില്ല. ഇന്ന് രാവിലെ സമയം എത്ര പേർക്ക് വിശ്വാസത്തോട് പറയുവാനായിട്ട് കഴിയും? എൻ്റെ മുമ്പിൽ ഒരു വാതിൽ ദൈവം തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ദൈവവൈതലേ, ഇന്ന് രാവിലെ സമയം നമ്മുടെ മുമ്പിൽ നമ്മൾ മൊത്തം തടസ്സങ്ങളും പ്രശ്നങ്ങളുമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇന്ന് രാവിലെ സ്വയം വിശ്വാസത്തോട് പറയുവാനായിട്ട് കഴിയുമോ? എൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങളെ മാറ്റുവാൻ ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിന് കഴിയും. എത്ര പേർക്ക് ധൈര്യത്തോട് പറയുവാനായിട്ട് കഴിയും? നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാവിലെ സമയം എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? എൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങളെ മാറ്റുവാൻ ഞാൻ സേവിക്കുന്ന എൻ്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ഗോഡ്. നമ്മുടെ കണ്ണുകളൊന്ന് ഒരു നിമിഷം അടച്ചാട്ട്. പ്രൈസ് ഗോഡ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിപ്പാനായിട്ട് പോകുകയാണ്. നമുക്കിന്ന് രാവിലെ സമയം ചുരുക്കം പേർക്ക്, ഇത്രയും പേർക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാൻ ദൈവം നമുക്ക് കൃപ നൽകി തന്നില്ല. തകർക്കുന്നവൻ എനിക്കും നിങ്ങൾക്കും മുമ്പായിട്ട് പുറപ്പെടുന്നു. നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ മേഖലകളെ നമ്മളെയും കൊണ്ട് ചാടിക്കടക്കുവാൻ കഴിയത്തില്ല. നമ്മളെയും കൊണ്ട് അത് കൈകാര്യം ചെയ്യുവാൻ കഴിയത്തില്ല. നമ്മളെയും കൊണ്ട് അത് പ്രയാസമാണ്, നമ്മളെയും കൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. എങ്കിലും ഹല്ലേലൂയ, എനിക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുവനുണ്ട്. അവൻ്റെ പ്രത്യേകത, അവൻ തടസ്സങ്ങളെ മാറ്റുന്നവനാണ്. എല്ലാ തടസ്സങ്ങളെയും മാറ്റി ഇരുമ്പോടാമ്പലുകളെ തകർക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ദൈവം കോരശനോട് പറയുകയാണ്, ഓ ഞാൻ നിനക്ക് മുമ്പായി കടന്നു ചെന്ന് താമര കഥകളെ തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ഞാൻ നിനക്ക് വേണ്ടി ഖണ്ഡിച്ച് കളയും. ഓറിക്കാരാതൽ അല്പസമയം കരങ്ങളടിച്ച് ഒന്ന് നാവിനെ ഒന്ന് തുറന്ന് ദൈവം നമ്മളോട് സംസാരിച്ച ദൈവവചനത്തെ ഹൃദയത്തിൽ ഒന്ന് ഏറ്റെടുത്താട്ടെ. ഹല്ലേലൂയ. ഞാൻ നിനക്ക് മുമ്പായി കടന്നു ചെന്ന നിനക്ക് മുമ്പിലുള്ള ദുർഘടങ്ങളെ ഞാൻ നിരപ്പാക്കും, താമര കഥകളെ ഞാൻ നിനക്ക് വേണ്ടി തകർക്കും, ഇരുമ്പോടാമ്പലുകളെ ഞാൻ നിനക്ക് വേണ്ടി ഖണ്ഡിച്ചു കളയും.
അന്യഭാഷകളിൽ അല്പസമയം ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്ത ദൈവമക്കളെ. ഇന്ന് രാവിലെ സമയം ചില വിടുതൽ ദൈവം അയക്കുകയാണ്. നമ്മുടെ മൺകൂടാരകൾ ചില വിടുതൽ അയക്കുകയാണ്. നമ്മുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ അവൻ നീക്കുവാൻ ശക്തനായ ദൈവമാണ്. കാരണം തകർക്കുന്നവൻ അവൻ നമുക്കായി മുമ്പായി പുറപ്പെടുന്നു.